Good morning. In the last grammar class, we studied 4 types of past tense. Before that, we studied 4 types of present tense. In this lecture, we are going to learn about 4 types of future tense. As in the earlier cases, here also there is having 4 types. First one, simple future tense, then future continuous tense. Third one, future perfect tense, and last, future perfect continuous tense. Let's learn the general form of a simple future tense and also find some examples. The general form of simple future tense is subject plus will plus base form of verb. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിയിട്ട് ഓരോന്ന് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. She will travel to Paris next month. She ആണ് ഇതിലെ സബ്ജക്റ്റ്. അത് കഴിഞ്ഞിട്ട് വിൽ, ബേസ് ഫോം ഓഫ് വെർബ്, വെർബിൻ്റെ സാധാരണ രൂപം V1 ട്രാവൽ. വി വിൽ ട്രാവൽ ടു പാരീസ് നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം ഞങ്ങൾ പാരീസിലേക്ക് പോകും. ഇതാണ് ഇവിടെ ആശയമാക്കുന്നത്. അപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത്, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം. അതുകൊണ്ടാണ് അതിനെ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത്. ഷീ വിൽ ട്രാവൽ ടു പാരീസ് നെക്സ്റ്റ് മന്ത്. ഷീ ഈസ് ദി സബ്ജക്റ്റ് ഇൻ ദിസ് സെൻറ്റൻസ് ആൻഡ് ദി വിൽ thereafter the base form of the verb or V1 of the verb. Another example, I will finish my homework before dinner. I will finish, subject will and base form of verb finish. I will finish my homework. ഞാൻ എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കും. എപ്പോൾ? ബിഫോർ ഡിന്നർ. ഡിന്നറിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കും. അല്ലേ? ചെയ്യാൻ പോകുന്നത് എപ്പോഴാണ്? ഡിന്നറിന് മുമ്പായിട്ട്. ഇപ്പോൾ ഡിന്നറിൻ്റെ ടൈമായോ? ഇല്ല. ഡിന്നറിന് മുമ്പായിട്ട്, രാത്രി ഭക്ഷണത്തിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ഹോംവർക്കെല്ലാം പൂർത്തിയാക്കും. അപ്പോൾ ഐ വിൽ ഫിനിഷ്. ഇതാണ് ഒരു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ ബി. ആദ്യത്തേൽ എന്താ ഉണ്ടായിരുന്നുള്ളൂ? സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ വിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആകുമ്പോൾ എന്താ? അതിൻ്റെ കൂടെ ബിയും കൂടെ വരും. വിൽ ബി പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. വെർബിൻ്റെ ING ഫോം. വിൽ ബി ഡൂയിങ്, അല്ലേ? ഐ വിൽ ബി ഡൂയിങ്, ഷീ വിൽ ബി ഡൂയിങ്. അതാണ് ഇതെന്ന് പറയുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. എക്സാമ്പിൾസ് നോക്കാം. അറ്റ് 8 PM ടുമോറോ ഐ വിൽ ബി സ്റ്റഡിയിങ് for my examination.
At 8 p.m. tomorrow, I will be studying for my exam. നാളെ 8 മണിക്ക് 8 PM I will be studying. എന്ത്? I will be studying. ing form of the verb. സ്റ്റഡിയുടെ ing form എന്താണ്? studying. അപ്പോൾ I plus will be plus ing form of the verb. അതായത് ഐ എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് ആണ് അല്ലേ? സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് ing ഫോം ഓഫ് ദി വെർബ്. ഐ വിൽ ബി സ്റ്റഡിയിങ് ഫോർ മൈ എക്സാമിനേഷൻ. എൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ പഠിച്ചിരിക്കും. അനദർ എക്സാമ്പിൾ. At 8 PM tonight, she will be attending a meeting. At 8 PM tonight, ഇന്ന് രാത്രി 8 മണിക്ക് she will be attending. She will be attending. She plus will be plus ing form of attend അല്ലേ? അറ്റൻഡിൻ്റെ ing form attending. At 8 PM tonight, ഇന്ന് 8 മണിക്ക്, ഇന്ന് രാത്രി 8 മണിക്ക് she will be attending a meeting. അവളൊരു മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തിരിക്കും. ഇതാണ് വാസ്തവത്തിൽ എന്നത് പറയുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ പ്രത്യേകത ഒരു സബ്ജക്റ്റ്, അതുപോലെ തന്നെ അതിന് ശേഷം വിൽ ബി ഉണ്ടായിരിക്കും, എന്നിട്ട് വെർബിൻ്റെ ing ഫോം ആയിരിക്കും. അപ്പോൾ ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ എക്സാമ്പിൾസ്. നെക്സ്റ്റ് വൺ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. അത് നമുക്ക് നോക്കാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഇതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ്, അതല്ലെങ്കിൽ V3 ഫോം ഓഫ് വെർബ്. ഇപ്പം എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓർ V3 ഓഫ് ദി വെർബ്. ഇതാണ് ഇതിൻ്റെ ജനറൽ ഫോം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബൈ ദി ടൈം യു അറൈവ്ഡ് ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് കുക്കിംഗ് ഡിന്നർ. ബൈ ദി ടൈം യു അറൈവ് ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് cooking dinner. By the time you arrive, നീ എത്തിച്ചേരുന്ന സമയത്ത്, നീ വരുന്ന സമയത്ത് I will have finished. ഇതാണ് I plus will have plus past participle of the verb finish. എന്താണ്? finished. I will have finished. I will have finished. I plus I എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ഫിനിഷ് എന്താണ്? ഫിനിഷ്ഡ് അല്ലേ? V3 ഓഫ് ഫിനിഷ് എന്താണ്? ഫിനിഷ്ഡ് തന്നെയാണ്. ഫിനിഷ്ഡ്. അപ്പോൾ ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് കുക്കിംഗ് ഡിന്നർ. നീ എത്തിച്ചേരുന്ന സമയത്ത് ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ടാവും, ഞാൻ കുക്കിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടാവും എന്നാണ് ഇതിൻ്റെ ആശയം. നീ വരുന്ന സമയത്ത്, നീ എത്തിച്ചേരുന്ന സമയത്തേക്ക് ഞാൻ എൻ്റെ ജോലിയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടാവും, ഞാൻ എൻ്റെ ഡിന്നർ കുക്ക് ചെയ്യുന്ന പരിപാടിയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടാവും. ഇതാണ് ഇതിൻ്റെ ആശയം. മറ്റൊരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. ബൈ ദി എൻഡ് ഓഫ് ദിസ് മന്ത് ഹി വിൽ ഹാവ് കംപ്ലീറ്റഡ് ഹിസ് പ്രോജക്റ്റ്. ബൈ ദി എൻഡ് ഓഫ് ദിസ് മന്ത്, ഈ മാസം അവസാനത്തോടു കൂടിയിട്ട് ഹി വിൽ ഹാവ് കംപ്ലീറ്റഡ്. ഇവിടെ ഹി സബ്ജക്റ്റ്, വിൽ ഹാവ് കംപ്ലീറ്റിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? കംപ്ലീറ്റഡ്. ഹി വിൽ ഹാവ് കംപ്ലീറ്റഡ്
ദിസ് പ്രോജക്റ്റ്. ഈ മാസത്തിൻ്റെ അവസാനത്തോടു കൂടിയിട്ട് അവൻ ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കിയിരിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. നാലാമതായിട്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് വെർബ്. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഒരു എക്സാമ്പിൾ നോക്കാം. ബൈ നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 10 years ഇൻ ദിസ് കമ്പനി. ബൈ നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് ബീൻ working at this company for 10 years. By the next year, അടുത്ത വർഷത്തോട് കൂടിയിട്ട് അല്ലേ, ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ്. സബ്ജക്റ്റ് പ്ലസ് will have been plus ING form of verb working, workന്റെ ING form working. I will have been working at this company for 10 years. അടുത്ത വർഷത്തോടെ ഞാൻ ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷം പൂർത്തിയാക്കിയിരിക്കും. will have been plus ING form of verb working, will have been working.